നമസ്കാരം. ശനി വക്രത്തിൽ അതീവ ബലത്തിലേക്ക് വരികയാണ്. അപൂർവമായ ഒരു മാറ്റത്തിൻ്റെ സമയമാണ് ഇനി വരാൻ പോകുന്നത്. ശനി മൗഢ്യത്തിൽ നിന്ന് മാറി ബലവാനായി വരുന്ന സമയമാണ്. അത് എല്ലാവർക്കും ഗുണകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. ശനിയുടെ വക്രത്തിലുള്ള ഈ അപൂർവ സ്ഥിതിയിൽ 12 രാശിക്കാർക്കുണ്ടാകുന്ന പ്രത്യേക ഗുണഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ദൈർഘ്യം കൂടുതലായിരിക്കും, ആവശ്യാനുസരണം കാണുക. ശനിയുടെ മൂലത്രികോണ രാശിയായ കുംഭരാശിയിലാണ് ശനി ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ കുംഭം രാശിയിൽ പൂരുരുട്ടാതിയുടെ 2ാം പാദത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശനിയുടെ ഈ വക്രഗതിയിലെ സ്ഥിതി നവംബർ 15 വരെ തുടരും. വക്രഗതിയിൽ 4 മാസത്തോളം നിൽക്കും. ശനി ഇത്തവണ രാശി മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ശനി അനുകൂലമായ സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നവർക്ക് ദോഷങ്ങൾ കുറയാനും സാധിക്കുന്നതാണ്. ശനിയുടെ ഈ വക്രഗതിയിലുള്ള സ്ഥിതി മൂലം 12 രാശിക്കാരുടെയും ഫലം നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം മേടക്കൂറുകാരുടെ ശനിദശയുടെ വക്രഗതിയിലുള്ള ഫലം ഒന്ന് പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് ശനി 11ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ശനി ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് മേടക്കൂറുകാരുടെ ഭാഗ്യമായി പറയാം. ഇവർക്ക് തൊഴിൽ സംബന്ധമായ തടസ്സങ്ങളൊക്കെ ശനി നീക്കി നൽകുന്നതാണ്. പുതിയ ജോലി ലഭിക്കും. സന്തോഷകരമായ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും. കർമ്മരംഗത്ത് ഉയർച്ച, സ്ഥാനമാറ്റം, സ്ഥാനക്കയറ്റം എന്നിവ ഫലത്തിൽ വരുന്നതാണ്. മുടങ്ങിക്കിടന്ന സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ്. നിലവിൽ ജോലി ഇല്ലാത്തവർക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജോലി ലഭിക്കുന്നത്. പുതിയ പ്രവർത്തന മേഖലകൾ കണ്ടെത്താൻ സാധിക്കും. ബിസിനസ് രംഗത്തുള്ളവർക്ക് അത് വിപുലീകരിക്കാനും അതുവഴി ലാഭങ്ങൾ ഉണ്ടാകുവാനും സാധിക്കും. എന്നാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 10ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. കർമ്മഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ സ്ഥിതി മൂലമുണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജോലി സംബന്ധമായ തടസ്സങ്ങളൊക്കെ മാറുന്നതാണ്. പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതാണ്. ഇടവക്കൂറുകാർക്ക് ഇപ്പോൾ കണ്ടക ശനിയാണെങ്കിലും ശനി വക്രഗതിയിലായതിനാൽ ദോഷം കുറയുന്നതാണ്. എന്നിരുന്നാലും പുതിയ പദ്ധതികളൊക്കെ തുടങ്ങുവാൻ പ്രയാസങ്ങളും തടസ്സങ്ങളും നേരിടാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധാലുക്കളാകേണ്ടതാണ്. ഇവർക്ക് ചിലവുകൾ വർദ്ധിക്കുന്നതാണ്. വാക്കുകളും പ്രവൃത്തികളും കരുതലോടെ വേണം നടത്തേണ്ടത്. കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണം നടത്തുന്നവർക്ക് പണി പൂർത്തിയാക്കുവാനും താമസം തുടങ്ങുവാനുള്ള സമയമാണ്. പുതിയ വാഹനം വാങ്ങുന്നതിനും വസ്തുവകകൾ വാങ്ങുന്നതിനുമുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ്. കുടുംബത്തിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. അവർ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിൻ്റെ 2ാം പകുതി, തിരുവാതിര, പുണർതത്തിൻ്റെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 9ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. മിഥുന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മസംബന്ധമായ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. സ്ഥാനചലനം പ്രതീക്ഷിക്കാവുന്നതാണ്. മേലധികാരികളുമായി യോജിച്ച് പ്രവർത്തിക്കുന്നതാണ്. പേരും പ്രശസ്തിയും വന്നു ചേരും. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അതിൽ മാറ്റം വരുന്നതാണ്. യാത്രാ തടസ്സങ്ങൾ മാറിക്കിട്ടും. യാത്രകൾ കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നതാണ്. ശത്രുക്കൾക്ക് ബലം കുറയുന്നതാണ്. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ആരംഭിക്കുവാൻ സാഹചര്യം വന്നു ചേരും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. കൃത്യസമയത്ത് തന്നെ കാര്യങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. അകന്നു നിൽക്കുന്ന ബന്ധുക്കളുമായി വീണ്ടും യോജിക്കാനുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ്. ആരോഗ്യകരമായ പ്രശ്നങ്ങളിൽ ശമനമുണ്ടാകുന്നതാണ്. ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ഇവർക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർതത്തിൻ്റെ 1/4 ഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് 8ാം ഭാവത്തിലാണ് ശനി. അഷ്ടമത്തിലെ ശനി ദോഷം ചെയ്യുമെങ്കിലും വക്രഗതിയിലായതിനാൽ അത് ഗുണകരമായി പരിണമിക്കും. ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതാണ്. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുന്നതാണ്. വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് വിപുലീകരിക്കാനും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാകുവാനും സാധിക്കും. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ തടസ്സം മാറി പുനരാരംഭിക്കാൻ സാധിക്കും. സന്താനങ്ങൾക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനും സാധിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നവർക്ക് അതിൽ നിന്നും മോചനം ഉണ്ടാകുന്നതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. 7ാം ഭാവത്തിലാണ് ശനി. ഇവർക്കിപ്പോൾ കണ്ടക ശനിയാണെങ്കിലും അതിൻ്റെ കാഠിന്യം കുറയുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോൾ നിലനിന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കൂടാതെ ബിസിനസ്സിൽ വിജയം കൈവരിക്കാനും സാധിക്കും. ശത്രുക്കളുടെ ശല്യമൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. കടങ്ങളുണ്ടായിരുന്നത് ഒരു പരിധിവരെ വീട്ടി കടങ്ങളൊക്കെ തീർക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കേസുകളിൽ പെട്ടിരുന്നവർക്ക് അവയ്ക്കെല്ലാം പരിഹാരം കാണാൻ സാധിക്കുന്ന സമയമാണ്. വീട് മാറി താമസിക്കുന്നതിനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമായിട്ടുള്ള സമയമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശയാത്രയ്ക്ക് പോകാൻ സാധിക്കും. ആഗ്രഹിച്ച വിഷയത്തിൽ തുടർ പഠനത്തിനും സാധിക്കും. ദമ്പതികളുടെ ഇടയിലുണ്ടായിരുന്ന അസ്വാരഷ്ടങ്ങളൊക്കെ മാറി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്.
വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് തടസ്സങ്ങളെല്ലാം നീങ്ങി വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്നത് ഉത്രമുക്കാൽ, അത്തം, ചിത്തിര എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 6-ാം ഭാവത്തിലാണ് ശനി. 6-ാം ഭാവം എന്നത് രോഗം, ശത്രു, കടം എന്നീ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. രോഗാവസ്ഥയിൽ കഴിയുന്നവരുടെ രോഗമൊക്കെ ശമിക്കുന്നതാണ്. സമൂഹത്തിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതാണ്. കേസുകളിൽപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ വിധി പ്രതീക്ഷിക്കാവുന്നതാണ്. ദമ്പതികളുടെ ഇടയിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ്. സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി അകന്നുന്നവർക്കും യോജിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ പുരോഗതി ഉണ്ടാകുന്നതാണ്. പഠനത്തോടൊപ്പം ജോലി ലഭിക്കാനും സാധ്യതയുണ്ട്. ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ കുറയാനും മറ്റുള്ളവരിൽ നിന്ന് സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കാനും സാധിക്കും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്നത് ചിത്തിര, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ച് ശനി 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് പലവിധത്തിലുള്ള മാറ്റങ്ങൾക്ക് ഈ സമയം സാഹചര്യം ഒരുക്കുന്നതാണ്. സ്ഥാനമാറ്റം ഉണ്ടാകുന്നതാണ്. സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതാണ്. കുടുംബത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. വസ്തു സംബന്ധമായ ഇടപാടുകൾ നടത്തുന്നവർക്കും ഈ കാലം ഗുണപ്രദമാണ്. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള അനുകൂല സമയമാണ്. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് അതിൽ മെച്ചമുണ്ടാകുന്നതാണ്. മറ്റുള്ളവരിൽ നിന്നും സാമ്പത്തിക സഹായങ്ങളും ലഭിക്കുന്നതാണ്. ദാമ്പത്യ സുഖം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന സമയമാണിത്. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അത് വിപുലപ്പെടുത്തിയെടുക്കുന്നതിനുള്ള സാഹചര്യങ്ങളും അതിൽ നിന്ന് നേട്ടങ്ങളും ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ്. കുടുംബത്തിൽ നിലനിന്ന അസ്വാരസ്യങ്ങളൊക്കെ മാറി വഴക്കുകളൊക്കെ പരിഹരിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിൻ്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിലാണ് ശനി. ഇവർക്ക് ശനി നേട്ടങ്ങൾ തന്നെയാണ് സമ്മാനിക്കുക എന്ന് തന്നെ പറയാം. പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇതുവരെ തടസ്സപ്പെട്ടിരുന്ന പല കാര്യങ്ങളും ശുഭകരമായി പൂർത്തീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയം കണ്ടെത്താൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനവ് ഉണ്ടാകുന്നതാണ്. ശമ്പളം കുടിശ്ശികയുള്ളവർക്കും അത് ലഭിക്കാനുള്ള സമയമാണ്. പുതിയ ജോലിക്ക് അന്വേഷിക്കുന്നവർക്കും ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. കടങ്ങളൊക്കെ ഒരു പരിധിവരെ തീർത്ത് സ്വസ്ഥമാകാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധിക്കും. പുതിയ വാഹനം വാങ്ങാനും വസ്തു വാങ്ങാനും ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും വിജയിക്കുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകാൻ സാഹചര്യം ഉണ്ടാകുന്നതാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ച് ശനി 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. പുതിയ തൊഴിലന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യം വന്നു ചേരും. പല രീതിയിലുള്ള വിഷമതകളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ദുരിതങ്ങളൊക്കെ മാറി നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ്. ഏതെങ്കിലും പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തവർക്ക് തടസ്സങ്ങളൊക്കെ മാറി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. കർമ്മരംഗത്ത് സ്ഥലം മാറ്റം, സ്ഥാനമാറ്റം എന്നിവ പ്രതീക്ഷിക്കാം. അതൊക്കെ ആഗ്രഹത്തിനനുസരിച്ചും ലഭിക്കുന്നതാണ്. ഉന്നത പദവി ലഭിക്കാനും സാഹചര്യമുണ്ട്. വീട് പണിയൊക്കെ തടസ്സപ്പെട്ട് കിടക്കുന്നവർക്ക് അത് പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാഹചര്യം ഉണ്ടാകുന്നതാണ്. സഹോദരങ്ങളുമായി അകൽച്ചയിലുണ്ടായിരുന്നവർക്ക് അവയെല്ലാം മാറി അനുകൂലമായിട്ടുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ്. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തീരുമാനമുണ്ടാകുന്നതാണ്. പൊതുജനങ്ങളുടെ അംഗീകാരം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഇവർക്ക് പ്രതീക്ഷിക്കാം. ചിലവുകളൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്നത് ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, എന്നീ നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ച് 2-ാം ഭാവത്തിലാണ് ശനി. രാശ്യാധിപൻ കൂടിയാണ് ശനി. ഇവർക്കിപ്പോൾ 7ര ശനിയാണ്. ശനി സ്വക്ഷേത്ര ബലവാനായതിനാൽ ദുരിതങ്ങളൊക്കെ കുറഞ്ഞു വരുന്നതാണ്. കർമ്മരംഗത്ത് നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ശമ്പള വർധനവും പ്രൊമോഷനും ഒക്കെ ലഭിക്കുന്നതാണ്. അനുകൂലമായിട്ടുള്ള സ്ഥലം മാറ്റവും പ്രതീക്ഷിക്കാം. പുതിയ വീട്, ജോലി എന്നിവ അന്വേഷിക്കുന്നവർക്കൊക്കെ ആഗ്രഹപ്രകാരം ഇവയ്ക്ക് ലഭിക്കും. അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാഹചര്യവും വന്നു ചേരും. വിവാഹം, സന്താനഭാഗ്യം എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്ന സമയമാണ്. സ്വന്തമായി തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. പുതിയ വാഹനം വാങ്ങുന്നതിനും വസ്തു വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ കൈവരാനുള്ള സാഹചര്യം ഉണ്ടാകും. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടം, ചതയം, പൂരുരുട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിൽ വരുന്നത്. ഇവരെ സംബന്ധിച്ച് 2-ാം ഭാവത്തിലാണ് ശനി. കർമ്മരംഗത്ത് ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. സ്ഥാനമാറ്റം, സ്ഥലമാറ്റം എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാധ്യത ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങളെല്ലാം മാറി ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിക്കുന്ന സമയമാണ്. പല കാര്യങ്ങളിലും നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ്. പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും.
പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുന്നതാണ്. ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിക്കുന്ന സാഹചര്യവും വന്നു ചേരും. ദമ്പതികളുടെ ഇടയിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറി ഒന്നിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. കടങ്ങൾ ഒരു പരിധിവരെ കൊടുത്തു തീർക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. കേസുകൾ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ ഒത്തുതീർപ്പിലെത്താൻ സാധിക്കും. യാത്രകളും യാത്രാ ചിലവുകളും വർദ്ധിക്കുന്ന സമയമാണ്. യാത്രകൾ മൂലം ഗുണങ്ങളും വർദ്ധിക്കുന്നതാണ്. ബന്ധുക്കളുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ സാഹചര്യമുണ്ടാകും. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്നത് പൂരുട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ച് 12ാം ഭാവാധിപനാണ് ശനി. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിക്കുന്ന സമയമാണ്. നഷ്ടത്തിലായിരുന്ന ബിസിനസ്സൊക്കെ വിപുലപ്പെടുത്താനും അതുവഴി പലവിധ നേട്ടങ്ങളും ലഭിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവരുമായി ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. കർമ്മരംഗത്ത് അധ്വാനം വേണ്ടി വരുന്ന സമയമാണ്. അധ്വാനത്തിനനുസരിച്ചുള്ള ഫലവും അവർക്ക് ലഭിക്കുന്നതാണ്. കുടുംബത്തിലൊക്കെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി നല്ല ഫലങ്ങൾ ലഭിക്കും. എല്ലാ കാര്യത്തിലും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതാണ്. കർമ്മരംഗത്ത് മറ്റുള്ളവരുടെ അംഗീകാരത്തിന് പാത്രമാകുന്നതാണ്. സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുഷ്പേർ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ അവയൊക്കെ മാറുന്നതിനുള്ള സാഹചര്യവും കൂടിയാണിത്. പുതിയ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. സഹോദരങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. ശാരീരികമായി അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കുന്നവർക്ക് ശമനമുണ്ടാകും. കടം കുറച്ചൊക്കെ വീട്ടാനുള്ള സാഹചര്യമുണ്ടാകും. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കുറയുന്നതാണ്. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. നിങ്ങൾ ശനിയുടെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ശാസ്താവിന് നീരാഞ്ജനം, എള്ളുവിളക്ക് എന്നിവ സമർപ്പിക്കുക. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും നവഗ്രഹ പൂജ നടത്തുന്നതും ദോഷത്തെ കുറയ്ക്കും. ശനിയുടെ വക്രസ്ഥിതി എല്ലാവർക്കും ഗുണപ്രദം തന്നെയാണ്. ഈ 4.5 മാസം എല്ലാവർക്കും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.